Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും ചെയ്യാൻ വെച്ചത് അല്ല, ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു മട്ടൻ കറിയാണ്. പക്ഷേ എന്നാന്നറിയോ, ഈ മട്ടൻ കറി സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസായിട്ട് ചെയ്യുന്ന ഒരു കറിയാണ്. പക്ഷെ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ച എന്നാന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ കുറേ കസിൻസ് വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി അപ്പാടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവായ ഒരു അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചി ഒരു മട്ടൻ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നെ. അത് ശരിക്കും എന്നാന്ന് വെച്ചാൽ ഒത്തിരി നല്ല എന്താ പറയുക, ഭയങ്കര ഒത്തൻറ്റിക് വേയിൽ ചെയ്യുന്ന ഒരു കറിയാണ് അത്. അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും ചോറോ ചപ്പാത്തിയോ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുവേ. അത്ര നല്ലൊരു കറിയായിരുന്നു. പക്ഷേ അതിനകത്ത് എന്നാ ഒരു പ്രയാസം എന്നറിയാവോ, നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര ബിസിയാണ്. എല്ലാവർക്കും നേരമില്ലാത്തവർ നേരത്തെ അമ്മച്ചി പറയുന്ന കൂട്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് നേരമില്ല, ഞങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടേ, ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്നേരം ഇത്രയും മെനക്കെടാനായിട്ട് നേരം കിട്ടുകയില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്നാന്ന് പറഞ്ഞു തരാം. അന്നേച്ച് അമ്മച്ചി എന്നതാ പറഞ്ഞു തന്നതെന്നും ആ ഒരു രീതി എന്നതാണെന്നും ഞാനിവിടെ എന്നതാ മാറ്റം വരുത്തിയേക്കുന്നതെന്നും ഒക്കെ ഞാൻ അതിനുശേഷം പറഞ്ഞു തരാം. ഇപ്പം ആദ്യം എന്നാ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തോ. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് സവാള, പിന്നെ വേണ്ടിയ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയിരിക്കും അമ്മച്ചി എടുക്കുന്നത്. അമ്മച്ചി എപ്പോഴും അരിഞ്ഞേ എടുത്തുള്ളൂ. നമുക്ക് എളുപ്പത്തിനാണ് ഞാനിത് എടുത്തത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് തക്കാളി, ഇല്ലാന്നുണ്ടേല അമ്മച്ചി എടുത്തേക്കുന്നതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തൈര. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക്, മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, വിനീഗർ. വിനാഗിരിക്ക് പകരം എടുത്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നാരങ്ങ നീര്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മട്ടൺ. ഇതിനെല്ലാത്തിനായിട്ട് സ്വാദ് വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇനി ഇത് ഇത്രയും സാധനങ്ങളാണ് അമ്മച്ചി എടുത്തത്. പക്ഷേ ഇതിനകത്ത് അമ്മച്ചി ചെയ്ത ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ വിനാഗിരിക്ക് പകരം അമ്മച്ചി എടുത്തേക്കുന്നത് നാരങ്ങ നീരാണ് എടുത്തത്, തക്കാളിക്ക് പകരം എടുത്തത് തൈരാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ശരിക്കും ഇതൊക്കെ മാറ്റാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ വീട്ടിലും തൈര് ഉണ്ടായെന്ന് വരികയില്ല. അന്നേരമൊക്കെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണമല്ലോ, അന്നൊരു കറി വെക്കണമെങ്കിൽ എന്നാ ചെയ്യും, അതിന് പകരം ഞാൻ പറഞ്ഞ ഒരു തക്കാളി. പിന്നെ അമ്മച്ചി എടുത്തതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തത്. പക്ഷെ അമ്മച്ചി എന്നാ ചെയ്തത്, മല്ലിയാണ് എടുത്തത്. അപ്പോൾ ആ മല്ലി അമ്മച്ചിയുടെ പിടിക്കണക്കിന് എടുക്കുമ്പോഴത്തേനും ഒരു വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ കൈപ്പിടിക്കും കണക്ക് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മല്ലിപ്പൊടി എടുത്താലും കുഴപ്പമില്ല, പക്ഷേ സ്വാദ് എന്ന് പറയുന്നത് ആ മല്ലി എടുക്കുമ്പോൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതേപോലെ കുരുമുളകും അമ്മച്ചി പൊടിയായിട്ട് എടുത്തില്ല, കുരുമുളകായിട്ടാണ് എടുത്തത്. പിന്നെ മുളക് എന്ന് പറയുന്നത് അമ്മച്ചി കാശ്മീരി മുളക് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, മുളകായിട്ട് മേടിച്ച് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് വെച്ച് ഇച്ചിരി നേരം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചേച്ച് കുറേ സമയം കഴിയുമ്പോൾ ഇതങ്ങ് കുതിരുമല്ലോ. കുതിര് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി എന്നാ ചെയ്തു, ഈ എടുത്തു വെച്ച മല്ലി, ഈ മുളക്, കുരുമുളക്, പിന്നെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഗരം മസാല ഇപ്പം ഞാൻ അമ്മച്ചി പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ഇവിടെ പൊടിച്ചു വെച്ചത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ വേണ്ടിയത് പട്ടയുടെ ഇല, അതായത് ബേ ലീഫ്, അത് മാത്രമാണ്, ഉണക്കിയ ബേ ലീഫ്. ഇത്രയും അതിൻ്റെ കണക്കനുസരിച്ച് 1 കിലോ മട്ടന് വേണ്ടിയ കണക്കനുസരിച്ച് പൊടിച്ചു വെച്ചതാണ് ഈ മസാല. അതല്ല നമുക്ക് ഇത്രയും സാധനങ്ങളായിട്ട് കിട്ടാൻ ഇച്ചിരി പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല കൂട്ട് മേടിക്കാൻ കിട്ടും. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പെരിഞ്ജീരകമൊക്കെ ചേരാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് നമ്മുടെ ഹോൾ സ്പൈസസ് പറയുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം എന്നാ പറയാം. പക്ഷേ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക അല്ലെങ്കിൽ ജാതിപത്രി മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തക്കോലം, ഈ പെരിഞ്ജീരകം ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് പൊടിച്ചു വയ്ക്കാം. പ്രധാനം അതിൻ്റെ പട്ടയുടെ ഇലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കണം. അപ്പോൾ എന്നാ ചെയ്തേ, മല്ലി, കുരുമുളക്, കുതിർത്ത് വെച്ച് വറ്റൽമുളക്,
അത് നിറം കിട്ടാൻ ആ കാശ്മീരി മുളക് എടുത്തേ. അതല്ല നമുക്ക് ഇച്ചിരി എരിവ വേണമെന്നുണ്ടെങ്കിൽ സാധാ വറ്റൽമുളക് എടുത്താൽ മതി. രണ്ടും വേണമെന്നുണ്ടെങ്കിൽ 50-50 ബേസിസിൽ കുറച്ച് കാശ്മീരി മുളകും കുറച്ച് സാധാ വറ്റൽമുളകും കൂടെ എടുത്ത് കൂത്തു വെച്ചതിന് ശേഷം ഈ അരപ്പും മല്ലി, കുരുമുളക്, വറ്റൽമുളക്, മസാല ഇതെല്ലാം കൂടെ അരച്ച് വേണം നമ്മൾ എന്താ പറയുക ഇറച്ചിയെ തിരുമ്മി കുറച്ച് സമയം വെക്കണം. ഈ വെക്കുന്ന സമയം കുറച്ച് തൈരും കൂടെ ചേർത്തേച്ച് വേണം ഇതിനകത്ത് വെക്കാൻ. ഇപ്പം ഞാൻ വലിയൊരു ലെക്ചർ പോലെ പറഞ്ഞേച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചും എൻ്റെ ബുദ്ധിയെ സംബന്ധിച്ചും ഞാൻ പറയുവാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ലെക്ചർ എടുത്ത് നമ്മൾ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മട്ടൻ കറി എന്ന് പറയുന്നത് നമ്മൾ സാധാ എല്ലാം ചെയ്യുന്ന പോലെയാണ്. പക്ഷേ മട്ടൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാറ്റ് കൂടിയ ഒരു കാര്യമായതുകൊണ്ട് ഇതിനകത്ത് ശരിക്കും അമ്മച്ചി ഉപയോഗിച്ചത് നെയ്യാണ് ഉപയോഗിച്ചത്. അപ്പോൾ ശരിക്കും ഞാൻ എന്നാ പറയുക ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും ഫാറ്റ് ഫുഡാണ്, ഇച്ചിരി ഡയറ്റ് ഇതൊക്കെ നോക്കണ്ടേ ഇതാന്ന് പറയുന്നു. പക്ഷേ നെയ്യ് ഒഴിച്ച് ഇങ്ങനെ ഒരു കറി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സാധാ റിഫൈൻഡ് ഓയിലാണ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളി, അതായത് ചെറിയ ഉള്ളി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവാള, പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉള്ളി ഒരു ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ശരിക്കും വഴറ്റുന്ന സമയം എനിക്ക് തോന്നുന്നു അമ്മച്ചി ശരിക്കും ഉള്ളിയൊക്കെ ഒത്തിരി കുറവാണ് ഉപയോഗിച്ചേ. നമുക്ക് പക്ഷേ എന്നാ പറയുക ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്നാ ചെയ്യും ഇച്ചിരി ഉള്ളി ഇടുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരത്തി എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഉള്ളി ഒന്നും ഇടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം അരച്ചത് നമ്മുടെ മട്ടണിനകത്തോട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് തലേന്നേ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നേ. അമ്മച്ചി പറയുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അത് കുറേ സമയം രാവിലെ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം, അതും അമ്മച്ചി മിക്സിയിലല്ല അരയ്ക്കുന്നത്, നമ്മൾ അരകല്ലിൽ അരയ്ക്കുന്നത്. അന്നേരം അരച്ചേച്ച് അതിനെ എന്നാ പറയുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ആ ഇറച്ചിയൊക്കെ ഒന്ന് പുരട്ടി വെക്കുമ്പോൾ ആ ഇറച്ചിക്ക് ഉള്ളിനകത്തോട് നല്ലോണം പിടിക്കും. ഈ രണ്ട് എന്നാ പറയുക മുളകും കൂടെ അരയ്ക്കുന്നതുകൊണ്ട് ആ ഇറച്ചിക്ക് നല്ലൊരു നിറവും കൂടിയാണ്. എന്നുവെച്ച് ഈ മട്ടൻ്റെ കൊഴുപ്പും നമ്മൾ ചേർക്കുന്ന നെയ്യുടെ കൊഴുപ്പും എല്ലാം കൂടെ ഒന്ന് ഉരുകി ചേർന്ന് വരുമ്പോൾ നല്ലൊരു എന്നാ പറയുക ഒരു നിറവും ആ ഒരു എന്താ പറയുക നമ്മൾ ഈ മട്ടൻ കറിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ഓയിലി ഫീൽ. ഇത് ശരിക്കും ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ അമ്മച്ചി പറയുന്ന എല്ലാവരും പാടത്തും പറമ്പത്തും ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ടൊന്നും ഇത് വലിയ കാര്യമല്ല മോളെ. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഇച്ചിരി നല്ലപ്പോൾ കൊടുത്തേച്ചാൽ മതി. കാര്യം മട്ടൺ എന്ന് പറയുന്ന കുറച്ച് ഫാറ്റ് കൂടിയുള്ള സാധനമാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നെയ്യും കൂടെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച് പറയുവാന്നേൽ അമ്മച്ചി പറയും എപ്പോഴും ഒരു ഇച്ചിരി നല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേച്ചാൽ മതി. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സാധാ എണ്ണയിലോ എന്നതാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് കൊഴുപ്പൊക്കെ ഇച്ചിരി കുറച്ചേച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, ആ കറി കഴിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടാക്കുന്ന ഒന്നുമല്ല, അമ്മച്ചിയുടെ തന്നെ എന്തോരം സാധനങ്ങൾ നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളതെന്നറിയാം. പക്ഷെ ഇച്ചിരി ഇതേപോലെ ഒരു ഇച്ചിരി മെനക്കേട് ഉണ്ടെന്നേ ഉള്ളൂ. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ആ ഒരു ടൊമാറ്റോയും കൂടി ഇടുക. ഇതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ, തൈര് ചേർക്കാവുന്നതേ ഉള്ളൂ. തൈര് ചേർക്കുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം തൈര് ചേർത്താൽ മതി. പക്ഷേ അമ്മച്ചി എന്നാ ചെയ്താൽ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പുരട്ടി വെക്കുമായിരുന്നു. ഇത് അമ്മച്ചി പറയുന്നത് വെച്ചാൽ മറ്റേത് ഇച്ചിരി മെനക്കേടായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ചാറ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കൊഴുത്ത ചാറ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഉള്ളിയും ഈ തക്കാളിയും ഇതൊക്കെ ചേർക്കുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ അത് നല്ലോണം വഴന്ന് ചേരണം. അതായത് അതിൻ്റെ ഉള്ളിയുടെ ഒരു തരിയോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഒരു തരിയോ ഒട്ടും അതിനകത്ത് കാണല്ല. ഈ പറഞ്ഞ പോലെ നല്ല തിക്ക് ഗ്രേവി ആവുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കണം.
ഞാൻ ആ ഉള്ളി ഇച്ചിരി ഒന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ അങ്ങ് ഉടഞ്ഞ് ചേർന്നേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? നമുക്ക് ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം. അതുകൊണ്ട് ഞാൻ തീ ഒരു ഇച്ചിരി കുറച്ച് വെച്ച് ആദ്യം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് ഗരം മസാല. പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് തൈരുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തൈര് ഒഴിക്കുക. അപ്പോൾ നേരത്തെ തക്കാളി ഇടണ്ട. ഈ സമയത്ത് അതായത് പൊടി ഒരു ഇച്ചിരി മൂത്തതിന് ശേഷം. പിന്നെ ഇതെല്ലാം എന്നാ മട്ടനെ പുരട്ടി വെക്കാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ അമ്മച്ചി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിനാഗിരിയോ നാരങ്ങാനീരോ എന്നതേലും ഒക്കെ മട്ടനിനകത്ത് അങ്ങ് പുരട്ടി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ഉലുമ്പ് നാറ്റം ഇങ്ങനെ വരും. അതിങ്ങനെ വെച്ചാൽ നമ്മൾ വിനാഗിരി ഒഴിച്ചും ഉപ്പും ഒക്കെ ഇട്ടാന്നു മീനും ഇറച്ചിയും ഒക്കെ നല്ലോണം കഴുകുന്നത്. അത് ശരിക്കും കഴുകുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഉലുമ്പയോഗ പോകാനായിട്ടാണ്. അപ്പം അതുകൊണ്ട് കുറേ നേരം അത് വെച്ച് പുരട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉലുമ്പ് നാറ്റം വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധികം നാരങ്ങ നീരോ ഒന്നും നമ്മുടെ ഇറച്ചിയിൽ പുരട്ടി വെക്കണ്ട. ഈ സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. ഈ സമയത്ത് തൈരുണ്ടെങ്കിൽ ചേർക്കുക. ഇതൊരിച്ചിരി മൂത്തേ. ഇനി നമ്മുടെ മട്ടൺ ഇതിനകത്തോട്ട് ഇടണം. ഇട്ടേച്ച് ചുമ്മാ അങ്ങ് എന്നാ പറയുക ഇളക്കി വെച്ചേച്ച് ഇതങ്ങ് വേവാനായിട്ട് വെക്കരുത്. അമ്മച്ചി പറയുന്നത് ഈ മട്ടനകത്തുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് മുഴുവനൊന്ന് പറ്റിയേച്ച് അതൊന്ന് എന്താ പറയുക ഒരു കറുത്ത കളറാക്കി എടുത്തതിന് ശേഷം വേണം വേവിക്കാനായിട്ട് വെക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മച്ചി കുക്കറിലല്ല വെച്ചേ, അടുപ്പയിലാണ് വെച്ചേ. അടുപ്പയിൽ വെച്ചേച്ച് അതിൻ്റേതായ സമയം കൊടുത്തു. അമ്മച്ചി പറഞ്ഞ അടുപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ രുചിയും കിട്ടും. മാത്രമല്ല തൈരൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് അത് കുറച്ച് എന്താ പറയുക സോഫ്റ്റ് ആവും, പെട്ടെന്ന് വെന്തും കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടതേ ഉള്ളൂ. ഇനി ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ടേക്കാം. ഇത് ശരിക്കും നല്ലൊരു ചുമന്ന കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അടച്ചിട്ട് വേവിക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് നമ്മുടെയൊക്കെ എളുപ്പത്തിന് 2 വിസിലോ അല്ലെങ്കിൽ 4 വിസിലോ ആകുമ്പോഴത്തേന് മട്ടൻ കറി റെഡിയാവും. ഇതിപ്പം ഏകദേശം ഒരു കളറായി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വിനാഗിരി അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര്. ഇനി എന്നാ എനിക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇച്ചിരി മൂപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വിത്ത് മട്ടൻ കറി. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. നമ്മുടെ ഇടിയപ്പവും മട്ടൻ കറിയും റെഡിയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞ അമ്മച്ചി പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഈ മട്ടൻ കറിക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് വരുന്നത്. ആ പഠിച്ചത് കൊണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കണം, എനിക്ക് ആ റെസിപ്പി എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു എന്താ പറയുക ഫുൾ അതേപോലെ ചെയ്തില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രേക്ഷകർ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഓപ്ഷനും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തത്. ഇത്രയും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്നാ കാര്യം എന്ന് വെച്ചാൽ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റിനെയും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് MP AM ആരിഫ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണ്. സർ, ഞങ്ങളുടെയൊക്കെ മലയാളം സിനിമയിൽ ഞങ്ങളുടെ മമ്മൂക്കയെ ഞങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലെ ഒരു മമ്മൂട്ടിയാണെന്ന് പൊതുവേ ഒരു വർത്താനം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യമല്ലേ? സത്യമൊന്നുമല്ല, അതൊന്നുമല്ല. ഇങ്ങനെ അത് ആദ്യം ഞാൻ 2006 മത്സരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയുമായിട്ടാണ് ഞാൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മ ഒരു 86, 85 ആ ഏജായി.
അപ്പോൾ ഞാൻ 10-15 കൊല്ലം മുമ്പുണ്ടായിരുന്ന ആരിഫ് എന്ന നിലയിൽ കുറച്ചുകൂടിയൊക്കെ യങ്ങായിട്ടിരുന്ന സമയത്തായതുകൊണ്ട് പോസ്റ്ററൊക്കെ നന്നായിട്ട് എല്ലാ സിനിമാക്കാരെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ എല്ലാം എനിക്ക് സിനിമാക്കാരെ സഹായം ചെയ്തിരുന്നു. അപ്പോൾ ആ അടുപ്പൊക്കെ വെച്ചിട്ട് വന്നപ്പോൾ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് എവിടുന്നോ ചില ആംഗിളിൽ മമ്മൂക്കയുടെ ഒരു എവിടെയോ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു വന്നത്. പിന്നെ മമ്മൂക്ക ആയിട്ട് ഭയങ്കരമായിട്ട് അടുപ്പോ സ്നേഹമൊക്കെ ആയതോടുകൂടി അദ്ദേഹം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ ഒരു 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് അവതാരിക എനിക്ക് തോന്നുന്നു മമ്മൂക്ക വേറെ ആർക്കെങ്കിലും അവതാരിക എഴുതിയായിട്ട് എൻ്റെ അറിവിലില്ല. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ വീട്ടിൽ വെച്ച് തന്നെ മമ്മൂക്ക തന്നെ അത് റിലീസ് ചെയ്ത് തന്നു, ഷാനു മാസ്റ്റർ കൊടുത്ത്. അങ്ങനെയൊക്കെ കുറേ അടുപ്പോ സ്നേഹമൊക്കെ ഉണ്ട്. മമ്മൂക്കയുടെ ഏത് സെറ്റിൽ വന്നാൽ അവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാലും ഞാൻ പോവും, കാണും. സാറ് പറഞ്ഞു കുറച്ചുകൂടെ മുന്നേ കുറച്ചുകൂടെ യൂത്ത് ആയിരുന്നപ്പോൾ കുറച്ചുകൂടെ മമ്മൂക്കായെ പോലെ ഫീൽ ചെയ്തു, അതാണ്. പക്ഷെ സ്റ്റിൽ എവർഗ്രീൻ ആണ്. ഞങ്ങൾക്ക് അത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് സാറിൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങളും അതൊക്കെ സാർ നല്ലോണം ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും സാർ എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത്. ടച്ച് വുഡ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ വൈഫ് ആക്ച്വലി ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഡോക്ടറായിരിക്കെ ഹോംകോ എന്ന് പറയുന്ന മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റിലെ സൂപ്രണ്ടായിരുന്നു. കുറേ വർഷക്കാലം 10 വർഷക്കാലം അതെല്ലാം എഴുതിയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പുള്ളിക്ക് അവർ തന്നെ ഒരു ഒബിസിറ്റി ആൻഡ് വെയ്റ്റ് മാനേജ്മെൻ്റ് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. അതിന് പിന്നെ PG ന്യൂട്രീഷനൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ ഇത് മരുന്നിൻ്റെ സപ്പോർട്ടോടുകൂടി വണ്ണം കുറയ്ക്കുക, വെയ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ നന്നായി നടത്താമെന്നുള്ള വൈഫ് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട്. ചേച്ചി അതിൻ്റെ കൂടെ ഞാനും ഉണ്ട്, എൻ്റെ പേര് കൂടെ എഴുതിക്കോ. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ അടുത്ത് പറയും അത് കഴിക്കരുത്, ഇതൊക്കെ വെച്ചാൽ കഴിക്കരുതെന്നല്ല, കഴിച്ച് വേണം ചെയ്യാനെന്നാണ് അവരുടെ കൺസെപ്റ്റ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് കഴിക്കുന്നത് കൂടുതലും. അതുകൊണ്ട് എന്നോട് നിയന്ത്രിക്കാൻ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിതൊന്നും അനുസരിക്കാറില്ല. കാരണം നമുക്കൊരിക്കലും ഒരു ക്ലിപ്തപ്പെടുത്തിയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ പലപ്പോഴും ഒരുപാട് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ 4 മണിയാവും, അങ്ങനെയൊക്കെ പോകും. ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. അതെ, ശരിക്കും ബേസിക്കലി ഒരു ആഹാരപ്രിയനാണ്. ആഹാരപ്രിയനാണ്, ഇഷ്ടമാണ്. നാടൻ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. എന്നോട് വൈഫ് പറയും, ഈ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കരുത്, കാര്യം ഇത് എവിടെ വന്നാലും കഴിക്കാമല്ലോ, ബാക്കിയുള്ള വെറൈറ്റി ഫുഡ് വേണം കഴിക്കാനെന്ന് പറയും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാടൻ ഫുഡ് കാണുമ്പോൾ നമ്മളത് എടുത്തു പോകും. അതാണ് ആദ്യത്തെ ഒരു ചെന്നാൽ തന്നെയും ആ രാജ്യത്തെ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ വേണമെങ്കിൽ അവിടുത്തെ ഭക്ഷണം കഴിക്കാം. പിറ്റേ ദിവസം നമ്മൾ ചോദിക്കും ഇച്ചിരി ചോറും ചമ്മന്തിയും തരുമോ എന്നുള്ളത്. സർ ഇതേപോലെ സാറിന്റെ രാഷ്ട്രീയം 10-25 കൊല്ലമായിട്ട് സർ ഈ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. സാറിന്റെ അച്ഛൻ പോലീസിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസും രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു ഇച്ചിരി എന്താ പറയുക, എനിമി ആവാം, ഫ്രണ്ട്ലി ആവാം, എന്താവാം. പക്ഷെ സർ കുഞ്ഞുനാൾ മുതൽ അച്ഛൻ പോലീസിൽ നിൽക്കുന്നതും ഈ വക കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ സർ കണ്ടു വളർന്ന ഒരു കുട്ടിയാണ്. എന്നിട്ടും സർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ഒരു ഫാമിലി സപ്പോർട്ട് എന്തോരം ഉണ്ടായിരുന്നു? ആക്ച്വലി ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിൽ ഏറിയ പങ്കും ചെറുപ്പം താമസിച്ചിരുന്നു. അപ്പം പോലീസുകാരുടെ ഒരു ക്വാർട്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള എടുപ്പാണ് ക്വാർട്ടേഴ്സ്. ചേർത്തല പോലീസ് ക്വാർട്ടേഴ്സ് താമസിക്കാൻ വന്നപ്പോഴാണ് പുറത്തുള്ളവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധമൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകും. അപ്പോൾ അവരിൽ കുറച്ച് പേര് ഞാൻ പ്രദാനം ചെയ്യുന്ന ആശയത്തോടൊക്കെ എനിക്ക് യാതൊരു പൊളിറ്റിക്സും ഇല്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂട്ടുകാരെ ഏത് പൊളിറ്റിക്സാണോ അത് എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നും ഇല്ല. ചേർത്തല ക്വാർട്ടേഴ്സ് വന്നപ്പോഴാണ് വ്യത്യസ്തമായ ഒരു ഇതിലേക്ക് കുറേ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് എനിക്ക് വരയ്ക്കാനൊക്കെ വലിയ ഇഷ്ടം, എഴുതാൻ, പ്രത്യേക കാലിയോഗ്രാഫി എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരിരുന്ന് പോസ്റ്റർ എഴുതുന്നത് കണ്ടപ്പോൾ ആ പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് പോസ്റ്റർ എഴുതാൻ തുടങ്ങി, ഭംഗിയാക്കി. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ എഴുത്ത്. അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ അങ്ങനെ അവരുടെ പൊളിറ്റിക്സുമായിട്ട് ഞാൻ അങ്ങനെ പോയി ഇടതുപക്ഷമായിട്ട് അങ്ങനെയാണ് അടുക്കുന്നത്. പിന്നെ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാദർ പോലീസിലും പോലീസ് ക്വാർട്ടേഴ്സിലും, കോളേജിലാകുമ്പോൾ അന്നൊക്കെ ഇച്ചിരി കൂടി ഭയങ്കരമായ ആവേശം നടക്കുന്ന സമയമാണ്. വിദ്യാർത്ഥി സമരം, കേസ്, പ്രക്ഷോഭങ്ങൾ, അത് ഇതെല്ലാം വന്നപ്പോൾ ഫാദറിൻ്റെ തലവേദനയാകാൻ തുടങ്ങി. കേസായല്ലോ, മകൻ പ്രതിയും അച്ഛൻ പോലീസ് എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധം വന്നു. അങ്ങനെ ക്വാർട്ടേഴ്സിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഒരുപാട് സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഡിഗ്രി ഞാൻ എക്സാം എഴുതുന്ന സമയത്തൊക്കെ സത്യം പറയാമെങ്കിൽ ക്വാർട്ടേഴ്സിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പെട്ടെന്നൊരു നല്ല വീട് പോലും വാടകയ്ക്ക് എടുക്കാൻ കിട്ടിയില്ല. പെട്ടെന്ന് മാറണം എന്നുള്ള ഓർഡറാണ് വന്നത്. കാര്യം ഞാനിങ്ങനെ പൊളിറ്റിക്സിൽ വലിയ ആക്റ്റീവ് ആകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പ്രശ്നമാകാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ
അവിടെ ഇലക്ട്രിഫൈ ചെയ്യാത്തൊരു വീടായിരുന്നു. അവർ ചെയ്തു തരാമെന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ ഈ ടൈമായിട്ട് അവർ ചെയ്തു തന്നില്ല. ഇപ്പം വാസ്തവത്തിൽ ഈ പഴയ ചില വലിയ ത്യാഗികളുടെ കഥ പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം, ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലാണ് പഠിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഒരു സാഹചര്യമൊക്കെ ഡിഗ്രി എക്സാമിനേഷൻ ശേഷം പിന്നെ ഞാനങ്ങോട്ട് മാഗസിൻ എഡിറ്ററും ചെയർമാനും ഒക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങി, പഠിക്കാൻ തീരെ മോശമായിരുന്നു ആദ്യം. SSLC ഒക്കെ വരെ അത്ര വലിയ മെച്ചമുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞാനങ്ങ് നന്നായി പഠിക്കണമെന്ന് തോന്നുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ വന്നപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ 3rd റാങ്ക് വരെ മാർക്ക് വരെ വന്നു, ഭാഷയൊക്കെ വന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മാഗസിൻ എഡിറ്ററായി ചെയർമാനായപ്പോൾ ഫസ്റ്റ് ഇയർ കിട്ടിയ എല്ലാ മാർക്കും പോയി. പിന്നെ സാറന്മാരെല്ലാം കൂടി സഹായിച്ചാണ് പിന്നെ ഡിഗ്രിയൊക്കെ എഴുതി പാസ്സായത്. കാര്യം അവരൊക്കെ തന്നെ കൊണ്ട് ഫീസൊക്കെ അടച്ച് ഞാൻ എഴുതിയാൽ ജയിക്കുമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി ഒരുപാട് നാൾ നിൽക്കേണ്ടി വന്നു മാഗസിൻ തയ്യാറാക്കാൻ വേണ്ടി. വലിയ വാശിയോടുകൂടി നല്ല മാഗസിൻ ഇറക്കണം, നല്ല കോളേജ് യൂണിയൻ ചെയർമാനാണ്, ഇതിങ്ങനെയൊക്കെയുള്ള വന്നതോടുകൂടി വീട്ടിൽ നിന്ന് അക്കാലയളവിൽ ആദ്യം സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ വലിയ കുറ്റപ്പറച്ചിലായിരുന്നു. പിന്നെ 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 എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, മോൻ നല്ല മിടുക്കനാണ്, അങ്ങനെയാണ്, നല്ല സംഘാടകനാണ്, നല്ല പ്രസംഗമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ മോനെക്കുറിച്ചൊരു അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ ഒരുപാട് വർഷമായി മരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ചു. അതായത് ഒരു 3 പഞ്ചായത്ത് 3.5 പഞ്ചായത്ത് ചേരുന്ന പ്രദേശത്തെ ഒരു കാൻഡിഡേറ്റായിട്ട് ഞാൻ LLB ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മത്സരിച്ചു. നല്ല ഭൂരിപക്ഷത്തിൽ ഒരിക്കലും ജയിക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ സ്ഥലത്ത് ഞാൻ ജയിച്ചു വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര അഭിമാനമായി. പക്ഷെ ഞാൻ MLA ആകുന്ന കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. സർ, ശരിക്കും സർ ഇങ്ങനെ പല സാഹചര്യങ്ങൾ കൂടിയാണ് രാഷ്ട്രീയം മുന്നിൽ കണ്ടത്. ഇപ്പൊ വീട്ടിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും സപ്പോർട്ടീവ് അല്ല. പക്ഷേ എന്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്ന് സാറിന് തോന്നിയത്? അത് ഒന്നാമത് നമുക്ക് അന്നത്തെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആവേശമുണ്ടല്ലോ. അതിൽ നമുക്ക് തോന്നുന്ന ശരി പക്ഷത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആ പക്ഷത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മൾ ലീഡറായി ക്രമേണ നമ്മൾ അറിയാതെ നമ്മൾ ലീഡറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീഡറെ അനുയായികളെ പഠിപ്പിക്കണം, എങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന സ്റ്റാൻഡ് ശരിയാണ് എന്ന് അനുയായികളെ പഠിപ്പിക്കുമ്പോൾ അനുയായികളെ ആകർഷിച്ചു കൊണ്ടുവരലാണല്ലോ ലീഡറെ ചുമതല. അപ്പോൾ ആ അനുയായികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ശരിമ കുറച്ചുകൂടി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ബോധ്യമായി. അപ്പം നമ്മളൊരു ജനപക്ഷം, അല്ലെങ്കിൽ പാവങ്ങളുടെ പക്ഷം, സാധാരണക്കാരുടെ പക്ഷം, ഇതാണ് എല്ലാ പൊളിറ്റീഷ്യൻസും പറയുന്നത്, എല്ലാ പൊളിറ്റിക്സും പറയുന്നതാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നത്, കണ്ട് മനസ്സിലാക്കുന്നത് വ്യക്തികളിലൂടെയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഇസം പറയുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ലെങ്കിൽ അവർ ഈ ഇസത്തെ വിശ്വസിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ പ്രവൃത്തിയിലൂടെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഓരോ സംഘാടനത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പയ്യെ വന്ന്, ഞാൻ പറഞ്ഞില്ലേ, ജില്ലാ കൗൺസിലേക്ക് മത്സരിച്ചതും 2006 നിയമസഭയിലേക്ക് മത്സരിക്കാനും ഒക്കെ ഇട വന്നത്. പിന്നെ ഞാൻ തുടർച്ചയായി മത്സരിച്ചപ്പോഴെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. മൂന്നാമത് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ 39,519 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം എനിക്ക് കിട്ടി. പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ എന്നോടൊപ്പം മത്സരിച്ച 19 LDF-കാരും തോറ്റപ്പോൾ, അത് ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഈ വിജയം ഇന്ത്യ മൊത്തം അറിഞ്ഞത് ഒരു വിജയമാണ്. തീർച്ചയായിട്ടും. ശരിക്കും ശരിക്കും എനിക്ക് തോന്നുന്നു സാർ അത് ആ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെന്ന് സാറിന്റെ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സാറിന് ഈ വിജയം കൈവരിച്ചത്. എല്ലാവരും അത് തന്നെ, എന്നെപ്പോലെ മത്സരിച്ചവരെല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോരോ സാഹചര്യങ്ങൾ കൂടിയുണ്ട് അതിനകത്ത്. എന്നെപ്പോലെ മത്സരിച്ചവരെല്ലാം ഞാൻ ചെയ്ത പോലെ ചെയ്തില്ല എന്ന് അർത്ഥമാക്കേണ്ട. അത് അവർ ചിലവർ പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് സാർ നമുക്ക് രാഷ്ട്രീയ നേതാക്കളോട് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ രാഷ്ട്രീയം, ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പൈസ പോലും അഴിമതി നടത്താതെ, ഒരു പൈസ പോലും ഒരാളുടെയും പൈസ എടുക്കാതെ നമ്മൾ വളരെ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് അഴിമതി നടത്തുന്നതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ആണ് എന്ന് പറയും. വ്യക്തിപരമായി നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു പൈസ പോലും എടുക്കാഞ്ഞിട്ട് നമുക്ക് ഈ ചീത്തപ്പേര് കേൾക്കുന്നല്ലോ. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ എടുത്താലും എടുത്തില്ലേലും പറയും, എന്നാൽ പിന്നെ നമുക്കിങ്ങ് എടുത്തു തുടങ്ങാം എന്ന നിലയിലേക്കുള്ള റിയാക്ഷനാണ് ചിലർക്ക് സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസാക്ഷിയോടാണ്. ഒരു കാരണവശാലും നമുക്ക് മരിക്കുമ്പോൾ നമുക്ക് മനസമാധാനം, നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയും ഒരു പൈസ പോലും എടുത്തിട്ടില്ലല്ലോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പ്രൊസീഡ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഇത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതാണ്. അത്
ഞാൻ ദൈവവിശ്വാസിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ദൈവവിശ്വാസികളല്ല എന്നാണല്ലോ പറയുന്നത്. ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വെച്ചാൽ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ കളിപ്പിക്കാൻ പോകരുത്. വേറെ ആരും വേണമെങ്കിലും നമുക്ക് പറ്റിക്കാം, അത് പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ ഈ പ്രവർത്തികളെല്ലാം കാണുന്നുണ്ട് ദൈവം. മനുഷ്യസഹജമായ എല്ലാ ദൗർബല്യങ്ങളും മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ പരമാവധി എല്ലായിടത്തും സത്യസന്ധരാവുക. ആ സത്യസന്ധത നമ്മൾ രാഷ്ട്രീയത്തിൽ പുലർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നെപ്പോലെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ചെല്ലാം ജനം കാടടച്ച് വെടിവെക്കരുതെന്നാണ് എനിക്ക് ജനത്തോട് പറയാനുള്ള. കാടടിച്ച് സാർ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ എന്നാലും അതിനോടൊരു ചെറിയ എതിർപ്പ് എന്നാന്ന് വെച്ചാൽ സാർ, എന്താണെന്നറിയോ, പൊതുവേ ഉള്ള ഇപ്പോൾ വീട്ടമ്മയായ ഞാൻ പോലും ഞാൻ പറയാം, ഒരു എന്താ പറയുക, ഒരു എലക്ഷൻ വരുന്ന സമയത്ത് മാത്രം കാണുന്ന ലീഡേഴ്സിനെ കാണുന്ന ചരിത്രങ്ങൾ എനിക്ക് പുറകോട്ടുള്ള അമ്മമാർക്കും ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല സാർ. നമ്മുടെ വീട്ടിൽ വന്ന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന വ്യക്തികൾ പിന്നെ നമ്മളൊരാവശ്യം കൊണ്ട് ചെല്ലുമ്പോൾ അറിയുന്ന പോലും ഇല്ല. അതുകൊണ്ടായിരിക്കും സാർ വിശ്വാസം അങ്ങനെയല്ലേ പോയി പോയത്. എക്സ്പെക്ടേഷൻ കൂടുന്നതാണ്. നമ്മൾ ആ സമയത്ത് പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിയത്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കുക. ഫോൺ നമ്മൾ എടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് എടുക്കാൻ പറ്റില്ലെന്ന് വരാം. പക്ഷേ നമ്മൾ നോക്കിയിട്ട് കോൾ രജിസ്റ്റർ നോക്കിയിട്ട് തിരിച്ച് വിളിക്കണം. തിരിച്ച് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കണം. ചെയ്യാൻ പറ്റുന്ന കാര്യമേ പറയാവൂ, പറയുന്ന കാര്യം ചെയ്യണം. ഇതെല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക, പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ആളുകളോട് അവരോട് റെസ്പോണ്ട് ചെയ്യുക. പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ചിലപ്പോൾ ഇച്ചിരി ശത്രുതയും വെറുപ്പൊക്കെ തോന്നും. ഞാൻ ആദ്യമായി അയാളോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യമാണ്. നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിൽ ഒരു അഡ്മിഷൻ റെക്കമെൻഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരു അഡ്മിഷൻ തരത്തുള്ളൂ. ആ കോളേജിൽ 20-25 പേര് നമ്മുടെ അടുത്ത് റെക്കമെൻഡേഷനായിട്ട് വരും മിനിമം. അപ്പോൾ 24 പേരെ വെറുപ്പിച്ചാലേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പോയ ഒരാൾക്ക് ഇത്തവണ എനിക്ക് രക്ഷയില്ല എന്ന് അവരോട് പറയുമ്പോൾ അവരിച്ചിരി നമ്മളോട് വിഷമം തോന്നി പോവുമെങ്കിലും അയാൾ നമ്മളിട്ട് നടത്തിച്ചില്ലല്ലോ, പറ്റത്തില്ല എന്നയാൾ പറഞ്ഞല്ലോ എന്നൊക്കെ പിന്നീട് അവരാലോചിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് മനസ്സാക്ഷിയോട് നീതി പുലർത്തുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റാത്താണെങ്കിൽ അവരോട് പറയുക. അപ്പോൾ അവർ വേറെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യും. മനസ്സിലായി. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കും, അവസാനം നടക്കത്തില്ല. നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യും. പറഞ്ഞു വിട്ടാൽ അവർ വേറെ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് മേടിക്കും. രണ്ട് രീതിയിൽ ചിന്തിക്കാം. ചിലപ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഒരുപാട്. സർ സിനിമയൊക്കെ കാണാറുണ്ട്? എല്ലാ സിനിമയും കാണും. ഞാൻ എല്ലാ സിനിമയും കാണും. അഭിനയിക്കാൻ ഇഷ്ടമാണോ? എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ ഷോർട്ട് ഫിലിം, അതായത് മെസ്സേജ് കൊടുക്കുന്ന ഫിലിം, ആൻറ്റി ഡ്രഗ്, പിന്നെ അവയവദാനം, പിന്നെ അങ്ങനെയുള്ള. ആസ് എ ലീഡർ എന്ന നിലയ്ക്ക് സർ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, ഈ എന്താ പറയുക ആന്റി ഡ്രഗിന് എതിരായിട്ടൊക്കെ സർ ചെയ്തു. ഇപ്പൊ മിക്കടത്തും അത് ഉണ്ട്, ഒരു ഡ്രഗ്സിന്റെ ഒരു അഡിക്ഷൻ കുട്ടികളുടെ ഇടയിൽ വരുന്നുണ്ട്. അതിനെ എത്രമാത്രം നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും ആസ് എ ലീഡർ സർ? ഒന്ന്, ലഹരി ഉപയോഗത്തിനെതിരായി നല്ല ബോധവൽക്കരണം, ചെറിയ ക്ലാസ്, വലുതായിട്ടല്ല, അതിനെതിരായി എൻ്റെ ഇമ്പാക്റ്റിനെതിരായി നല്ലൊരു എനിക്ക് സിലബസിൻ്റെ തന്നെ ഭാഗമായാൽ നന്നായിരിക്കും. സോഷ്യൽ സയൻസും ൻ്റെ ഭാഗമായി ഒരു കൊടുക്കുന്ന നന്നായിരിക്കും ചെറുപ്പം മുതലേ. അങ്ങനെ വരിക. പിന്നെ ഇതിൻ്റെ ഇൻട്രൂഷൻ തടയുക, അതാണ് ഏറ്റവും പ്രധാനം. ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ലിക്കറിനേക്കാളൊക്കെ വലിയ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രഗിൻ്റെ വരവിനെ തടയാൻ നമ്മൾ പരമാവധി ഔദ്യോഗിക തലങ്ങളിലെല്ലാം വഴി ചെയ്യണം. അവർ പിടിക്കാനും അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും ഒക്കെയുള്ള വലിയ തരത്തിൽ ഒരു ഇടപെടൽ വേണ്ടി വരും. അതിപ്പോൾ ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും തടഞ്ഞു നിർത്താനാവാത്തത്രയുമുള്ള ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മളൊരു വലിയ ഡ്രൈവ് ഇക്കാര്യത്തിൽ നടത്തിയാലേ അതിനുള്ള ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ വിമുക്തി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് വിമുക്തി ഒരു നല്ലൊരു ഇടപെടലാണ്. വരുമാനം, മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് സർക്കാർ ഇപ്പോൾ വിമുക്തിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ നല്ല നിലയിലൊരു ഇടപെടൽ നടക്കുന്നു. ഡ്രാമ, കുട്ടികളുടെ പരിപാടികൾ, കലാപരിപാടികൾ, സ്കൂളുകൾ പരിപാടികൾ. ഫിലിമിനൊരു നല്ല റോളുണ്ട് ഇതിനകത്ത്. എഴുതി കാണിക്കണം. പക്ഷേ എഴുതി കാണിക്കുന്നെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ എല്ലാവരും വലിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം നന്നായിട്ട് യഥാർത്ഥത്തിൽ യുവതലമുറയെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ നാടിൻ്റെ ഒരു സപ്പോർട്ട്, സാറിന് ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി സാർ ജയിച്ചു, സാറിൻ്റെ നാടിൻ്റെ ഒരു സപ്പോർട്ടും നാട്ടുകാരെ കുറിച്ചും സാർ ഒന്ന് പറയാം. നാട്ടുകാർ വളരെ സ്നേഹമുള്ളവരാണ്. വിമർശിക്കുന്നത് പോലെ തന്നെ അവർ നല്ലത് ചെയ്യുന്നത് കാണുമ്പോൾ അവർ അനുമോദിക്കുകയും ചെയ്യും. ചില സമയത്ത് അവർ അസമയത്താണ് വിമർശനങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതേ ഉള്ളൂ നമ്മളെ വേദനിപ്പിക്കുന്നത്. എന്നാലും പക്ഷേ ആത്യന്തികമായി നമ്മൾ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിലയിരുത്തപ്പെടും
എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ. അതുകൊണ്ടാണ് നിന്നപ്പോഴൊന്നും പരാജയപ്പെടാതിരുന്നെന്നും നിന്നപ്പോഴൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഒക്കെ അതുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്. ചില എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. 3.5 വയസ്സുള്ള കുട്ടിക്ക് ലുക്കീമിയ ഡിറ്റക്ട് ചെയ്തു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി, എന്നെ അറിയത്തൊന്നുമില്ല, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല, എൻ്റെ വീടിന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ആ വീട്ടിലെ ഒരു പാർട്ടിക്കാരുണ്ട്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, മോക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങൾ RCCയിലേക്ക് കൊണ്ടുപോവാണ്, പക്ഷെ മോക്ക് ഒറ്റ നിർബന്ധം MBA കാണണം, കണ്ടിട്ടേ പോകത്തുള്ളൂ. രാത്രി ഇങ്ങോട്ട് പോരുകയാണ് അവർ. പിന്നെ ഞാനവിടെ ചെന്നപ്പോൾ ആ കൊച്ചുകുട്ടി, അല്ല കാണാനൊക്കെ നല്ല മിടുക്കിയായ ഒരു കൊച്ചുകുട്ടി. പിന്നെ ഞാൻ ആ കൊച്ചിനെ വീട്ടിൽ വന്നു, അവരെൻ്റെ വീട്ടിൽ വന്നു, ഞാൻ ആ കൊച്ചിനെയൊക്കെ എടുത്തു. ഒറ്റ നിർബന്ധമാണ് എന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന്. അപ്പം നമ്മൾ എന്തുമാത്രം ഓരോ കുട്ടികളുടെയും മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടപ്പെടുന്ന നമ്മളിൽ നിന്ന് നെഗറ്റീവായ എന്തെങ്കിലും ഉണ്ടായാൽ അവർക്കത് സഹിക്കാനും പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായും കഴിയുന്ന പരമാവധി നമ്മൾ ആ ഇഷ്ടം നിലനിർത്താൻ കഴിയത്തക്ക രൂപത്തിൽ നമ്മൾ കഴിയുന്ന നല്ല രീതിയിൽ പെരുമാറുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർ ഇപ്പം രാഷ്ട്രീയത്തിൽ കുറേ വർഷമായി. അപ്പോൾ സർ എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്ട്സ് ഉണ്ടോ സാറിന് മനസ്സിൽ? എനിക്ക് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ലോകത്തെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. താങ്ക് യു സർ. കാരണം എന്താ വെച്ചാൽ നമ്മളെക്കാൾ 2 ജില്ലകളുടെ മാത്രം വിസ്തൃതിയുള്ള സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും നോക്കിക്കുക, നമ്മുടെ അത്രയും വലിപ്പമില്ല. കേരളത്തിൽ അത്രയും വലിപ്പമുള്ളൂ, കേരളത്തിന് അത്രയും പോലും വലിപ്പമില്ല. ഇവിടെ ഒന്നും തന്നെ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നില്ല, യാതൊരുവിധ ഉൽപ്പാദനവും നടക്കുന്നില്ല, വ്യവസായ ഉൽപ്പാദനം. പക്ഷെ നമ്മളെക്കാൾ എത്ര സമ്പന്നമാണ് ആ രാജ്യങ്ങൾ. പ്രകൃതി കനിഞ്ഞരളി നൽകിയ എല്ലാ സൗന്ദര്യവും അവർ മാർക്കറ്റ് ചെയ്യാണ്. കേരളം തന്നെയാണ് ബാക്കി പല സ്ഥലത്തും പുനർസൃഷ്ടിച്ചിരിക്കുകയാണ്, കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നൈസർഗികമായാണ് നമ്മുടെ സൗന്ദര്യം. അതെല്ലാം നമുക്ക് നല്ല രൂപത്തിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ നെല്ലും വേലവും ചുക്കും കുരുമുളകും റബ്ബറും ചെമ്മീനും പിന്നെ കൈത്തറിയും എല്ലാം ഉള്ളതുപോലെ തന്നെ ഈ പ്രകൃതിയും ആയി നമുക്ക് കണക്ട് ചെയ്ത് എല്ലാം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ കുറേ ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലയിലേക്ക് എൻ്റെ ഫോക്കസ് ടൂറിസം ബേസ്ഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള നിലയിലേക്ക് ഇനിയും എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ടു എനർജി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഏഴെണ്ണം ചെയ്യുക കേരളത്തിൽ. അത് നല്ലൊരു കൺസെപ്റ്റാണ്. വേസ്റ്റിൽ നിന്ന് എനർജി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ അത് സക്സസ് ആയി വന്നാൽ നമുക്കൊരു ഭാവി പ്രതീക്ഷിക്കാം. ഓക്കെ സർ, എന്തായാലും സാറിൻ്റെ എന്താ പറയുക, ആരോഗ്യപരമായി ഒക്കെ ചേച്ചി നല്ല കാര്യങ്ങളാണ് നോക്കുന്നത്. പക്ഷേ എന്നാലും സാർ ഇവിടെ ആനീസ് കിച്ചണിൽ വരുമ്പോൾ ഒരു മട്ടൺ കറിയാണ് ചെയ്തത്. അത് ഭയങ്കര ഒത്തൻറ്റിക് വേയിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മളൊരു ഷോ കാണിക്കുമ്പം സാർ എല്ലാവർക്കും എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് എല്ലാവർക്കും ഒത്തിണങ്ങി വരണം. അപ്പം അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ചെയ്ത് എല്ലാ അമ്മമാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ മട്ടൺ കറി ചെയ്തത്. എന്തായാലും സാറിന് ഞാൻ കൊടുക്കാം. നൊസ്റ്റാൾജിയ ബേസ് ഉണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ആണോ? അത് പണ്ട് എനിക്ക് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചെറുപ്പത്തിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഇടിയപ്പവും മട്ടൻ കറിയും വേണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. അതാണ് എനിക്ക് ആ കള്ളപ്പനിയാണെന്നാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഇടിയപ്പവും മട്ടൻ കറിയും. സന്തോഷം. വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്നാണ് സർ കഴിക്കുക? ഇല്ല, വീട്ടിൽ വൈകിട്ട് ചിലപ്പോൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റും, ചിലപ്പോൾ നേരത്തെ വരുന്ന ദിവസം. അതൊക്കെ റെയറാണ്, അതൊക്കെ ഒരു ആഘോഷമാണ് വീട്ടിൽ സത്യം പറയാമെങ്കിൽ. പക്ഷെ അതൊരു സന്തോഷമാണ് അല്ലേ, എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനവും വിശേഷവും ഒക്കെ പറഞ്ഞിട്ട് കഴിയും. സർ മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. മോൻ BCom കഴിഞ്ഞു. അവനിപ്പോൾ IELTS പുറത്ത് പോയി പഠിക്കണമെന്നും പറഞ്ഞാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. മോള് +2 കഴിഞ്ഞ് അവൾക്ക് അലോട്ട്മെൻറ്റ് ഈ ഹോമിയോ തന്നെയാണ്, വൈഫ് ഡോക്ടർ ഹോമിയോ ആണ്. അല്ല അതിൽ തന്നെ വിട്ടാൽ മതി തീരുമാനം എടുത്തു ഞങ്ങൾ. ഇനി സാറിന് ഭയങ്കര ഇഷ്ടമുള്ള നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഞാൻ തന്നത്. ഇതിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ എന്നതിലും ഉണ്ടെങ്കിൽ സാർ പ്രേക്ഷകരോട് പറയാം. നെഗറ്റീവാന്ന് എനിക്കറിയണ്ടേ, എന്നാലല്ലേ എനിക്ക് നേരെയാക്കാൻ പറ്റുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞ പോലെ ക്രിറ്റിസിസം ഉണ്ടെങ്കിലേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഇടിയപ്പം എന്ന് പറയുന്നത് നമ്മുടെ നൂലപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയുന്ന സാധനം കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. അപ്പം അത് ഇതിലിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നത്, സത്യമായിട്ടുണ്ട്. മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ വിവിധ ഇതിലുള്ള മട്ടൻ കറികൾ കഴിക്കുന്ന ആളാണ്. സ്പൈസിയാണ്, എന്നാൽ അധികമല്ല.
അതിൻ്റെ ഒരു നമ്മുടെ ഒരു എന്താ പറയുക ട്രഡീഷണൽ മട്ടൻ കറിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. താങ്ക് യു സർ. നന്നായിട്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് വിശ്വാസമായല്ലോ. പക്ഷേ ഇത് കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. കാര്യം വെച്ചാൽ നമുക്കൊരു എന്താ പറയുക സാർ, എല്ലാ സാധനങ്ങളും കൂടെ ഒത്തിണങ്ങി നമുക്കൊരു ഷോയിൽ കാണിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരികയല്ല. പക്ഷേ നന്നായിട്ടുണ്ട്. അതാണ്. താങ്ക് യു. അപ്പോൾ നാട്ടുകാർക്ക്, എൻ്റെ ചേച്ചിമാർക്കെല്ലാം ഇത് ഉണ്ടാക്കാം. കാര്യം ഒത്തൻറ്റിക് വേയിലും ഉണ്ടാക്കാം ഇത്. അതല്ല, നമ്മുടെ പ്രാക്ടിക്കൽ വേയിലും ഈ മട്ടൻ കറി ചെയ്യാൻ പറ്റും. അങ്ങനെ രീതിയിൽ ചെയ്തതാണ്. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും എനിക്കിപ്പം ഒരു കാര്യം ഉറപ്പായി, രാഷ്ട്രീയത്തിൽ എന്ന പോലെ തന്നെ ഇപ്പൊ ഒരു പാചക വിദഗ്ധൻ കൂടി ആണോ എന്ന് എനിക്കൊരു സംശയം. പക്ഷെ ചേച്ചി മനസ്സുകൊണ്ട് ഷീൽ ബി സോ ഹാപ്പി. ബിക്കോസ് ഇത്രയും എന്താ പറയാ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ലീഡറാണ്. പക്ഷേ ചേച്ചി ഡെവലപ്പ് ചെയ്തൊരു ഫുഡ് ഇതുണ്ട്, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഒരുപാട് പേഷ്യൻസ് അത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല പൂർണ്ണമായും. അതൊരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതെ. ആ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി എന്നോട് പല പ്രാവശ്യം അഡ്വൈസ് ചെയ്തെങ്കിലും നമ്മൾ ഓക്കെ ഇന്ന് മുതൽ ഞാൻ അത് ചെയ്യാൻ പറയും. പക്ഷെ ഇന്ന് തന്നെ തെറ്റിക്കും. അതെ, ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ രണ്ട് വാക്കുള്ളിടത്തോളം കാലം നമ്മളൊക്കെ രക്ഷപ്പെടും സാർ. അതാണ് എന്നോട് പറയും ഗ്രേവി അധികം കഴിക്കരുത്. ഗ്രേവി കഴിക്കരുത്, മീറ്റ് കഴിക്കാം. ബേസിക്കലി ചേച്ചി മീറ്റിൻ്റെ എല്ലാം ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ഉരുകി ചേരുന്നത് ഗ്രേവിയിലേക്കാണ്. മീറ്റിൻ്റെ കുഴപ്പം എന്തൊക്കെയുണ്ടോ അതെല്ലാം അത് ഉരുകി ഗ്രേവിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി എടുക്കാതിരുന്നാൽ ഗുണം നമുക്കിനി കഴിക്കാൻ പറ്റും. ഓ, ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മിക്കവാറും സന്തോഷമായിരിക്കും ആ ഇറച്ചി ഒന്ന് തിന്നാനായിട്ടില്ലേ. പക്ഷെ അതൊരു ഫാക്റ്റാണ്, സത്യമല്ലേ? അതിൻ്റെ കംപ്ലീറ്റ് സത്തും ആ ഗ്രേവിയിലാണ് പോകുന്നത്. അത് ഇനിമല്ല അങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എന്നാൽ ഡയറ്റ് വലുതായിട്ട് ബാധിക്കാത്ത കാര്യങ്ങളും വേണം കഴിക്കാൻ. ഡയറ്റിൽ അങ്ങനെ വലിയ കൺട്രോളൊന്നും ഇല്ല. അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ആളുകൾ വരുന്നതിൻ്റെ കാര്യം അതാണ്. ഭക്ഷണം കഴിക്കാം. ഓക്കെ സാർ, ഇപ്പം ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു ബെസ്റ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരുപാട് അംഗീകാരങ്ങൾ ഞങ്ങളെ തേടിയെത്താറുണ്ട്. സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സാറിന് എത്തിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ എന്നാലും സാറിൻ്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്കൊരാഗ്രഹം. തീർച്ചയായും ആർട്ടിസ്റ്റുകൾക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്നത് ചിലരൊക്കെ പറയാറുണ്ട് അധികം ജനങ്ങളുടെ അംഗീകാരമാണ് എനിക്ക് വലിയ ഇഷ്ടം, എനിക്ക് മറ്റ് അവാർഡുകളൊന്നും കിട്ടുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അംഗീകാരം കിട്ടുന്ന എല്ലാവർക്കും മനസ്സിൽ സന്തോഷം തന്നെ. തീർച്ചയായിട്ടും. നമ്മുടെ കേരള ലെവലിലൊക്കെ ചെറിയ ചെറിയ ഒരുപാട് സംഘടനകളുടെയൊക്കെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റോട്ടറി, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് മീഡിയ, അങ്ങനെ കുറേ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളെയൊക്കെ നല്ല MLA എന്നുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം, കാശ്മീർ ടു കേരള ഫൗണ്ടേഷൻ, അവർ മുംബൈ ബേസ്ഡാണ്. ആ ഒരു ഓർഗനൈസേഷൻ ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും നല്ല പെർഫോംഡ് MLA, നല്ല MLA എന്നുള്ള ഒരു എൻ്റെ കമ്പോണൻ്റാണ്. നല്ല MLA എന്ന് പറയുമ്പം നിയമസഭയ്ക്കകത്തെ പെർഫോമൻസും മറ്റു കാര്യങ്ങളും ലോ ബിൽ മേക്കിംഗ് ഇതൊക്കെ കൂടി ചേർത്താണ്. എന്നാൽ പെർഫോംഡ് MLA എന്ന നിലയിലുള്ള ഒരു അവാർഡ് അതാണ് ആ വാക്കാണ് ഏറ്റവും വലുത്. അത് ആക്ച്വലി എനിക്ക് ഡിസേർവ്ഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ അത്തരത്തിൽ എൻ്റെ ഒരുപാട് ഐഡിയാസ് ഞാൻ എൻ്റെ മണ്ഡലത്തെ ഒരു ചെറിയ യൂണിറ്റാക്കി ചെയ്തിട്ടുണ്ട്. കാര്യം കുട്ടികൾക്ക് അവാർഡൊക്കെ കൊടുക്കുന്ന ഇപ്പോൾ എല്ലാ MLA-മാരും ചെയ്യുന്നുണ്ട്. പക്ഷേ കലാ, കായിക, സ്പോർട്സ്, ശാസ്ത്ര, സാഹിത്യ രംഗങ്ങളിലെ കുട്ടികളെല്ലാവരെയും അനുമോദിക്കുന്ന അവാർഡ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ എൻട്രൻസ് കോച്ചിങ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഐഡിയാസ് നമ്മൾ ചെയ്യാവുന്നതുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ചെയ്ത കണക്കിലെടുത്ത് എല്ലാമൊക്കെയാണ് ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് അവർ ഏറ്റവും നല്ല പെർഫോംഡ് MLA. അത് അന്ന് നമ്മുടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള പ്രൊഫസർ PJ കുര്യൻ സാറ്, ജസ്റ്റിസ് കമാൽ പാഷ, കാശ്മീരിലെ മുൻ സ്പീക്കർ, ഇവർ 3 പേര് കൂടി ചേർന്നാണ് ഇതിൽ മുംബൈയിൽ വെച്ച് ലീല ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നത്. അങ്ങനെ കിട്ടിയ ഒരു അവാർഡ് വളരെ എനിക്ക് മനസ്സിന് സംതൃപ്തി തോന്നി. കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് ഏറ്റവും വലിയ അവാർഡ് ജനങ്ങളുടെ അവാർഡ് തന്നെയാണ്. ജനങ്ങളുടെ അവാർഡാണ് നമുക്ക് കിട്ടുന്ന ഭൂരിപക്ഷം. തീർച്ചയായിട്ടും സാർ, അതിലും വലുതൊന്നും അതുകൊണ്ട് സാറിന്റെ കയ്യില്. പിന്നെ സാർ ഒരു കാര്യം കൂടി, ഇവിടുന്ന് സാർ ഡൽഹി പോയപ്പോൾ ആ ഒരു ഡിഫറൻസ് സാറിന് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിയമസഭയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുന്ന് വിട്ടുപോയതിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പല കാരണങ്ങളാൽ എനിക്കൊരു ഒറ്റപ്പെടൽ ഫീലിംഗ് ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, എന്നോടൊപ്പം ജയിച്ചു വരേണ്ട ഒരു LDF MP-മാരും ജയിച്ചു വന്നില്ല. അപ്പം ഞാൻ ഇവിടുന്ന് 20 പേര് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അതിൻ്റേതായ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഞങ്ങൾ CPM എന്ന് പറയുന്ന ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ അതിൻ്റെ അംഗബലം കുറവായതുകൊണ്ട് തന്നെ 6th റോയിലേക്ക് മാറ്റി ഒരു കോർണറിലാണ്, പുറകിലുമാണ്. ഇപ്പുറത്ത് മലയാളത്തിൽ വർത്താനം പറയാൻ പറ്റുന്ന ആരും ഒരു പരിസരത്ത് പോലും ഒരാളില്ല. ഹിന്ദി, ഇംഗ്ലീഷും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ.
നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സ്വാതന്ത്ര്യവും ഫ്ലുവൻസിയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. നമുക്ക് എന്തൊക്കെ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ലോകത്ത് എവിടെ യാത്ര ചെയ്ത് വന്നാലും നാട്ടിലേക്ക് വരുമ്പോൾ ഇച്ചിരി കഞ്ഞിയും പേറും, ആ ഫീലാണ് നമുക്ക് ഭാഷയുടെ കാര്യത്തിൽ നമുക്കുള്ളത്. നമുക്ക് സംസാരിക്കുമ്പോൾ ഇത്രയും നമുക്ക് നമ്മുടെ ആശയങ്ങൾ അതേ രൂപത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റേത് ലാംഗ്വേജിലായാലും, ഇത്ര വലിയ സ്കില്ലുണ്ടെങ്കിൽ പോലും. അപ്പം ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതാണ് വക്കീലായിട്ട്. നമ്മൾ ഒരു 13 വർഷക്കാലം MLA ആയിരുന്നപ്പോൾ തന്നെ നമ്മൾ സത്യം പറയാമെങ്കിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ലാംഗ്വേജായിട്ടുള്ള നമ്മുടെ ഒരു വലിയ, പിന്നെ നമ്മൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ ലാംഗ്വേജ് ടച്ച് വിട്ടു പോകും. അപ്പോൾ ആ ലാംഗ്വേജിലേക്ക് വരാൻ തന്നെ നമ്മളിപ്പോൾ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കൊരു കോൺഫിഡൻസോട് കൂടി എല്ലാം കൂടി പറയാനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. ശീലിക്കണം, ഇനി ശീലിച്ചു വരണം. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മളിവിടെ ഒരു വലിയ രാജാവിനെ പോലെ ഇങ്ങനെ നിയമസഭയിൽ ആടി തകർത്തുകൊണ്ടിരുന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വലിയ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി തകർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മളവിടെ പോയിട്ട് നമുക്കൊരു നമുക്ക് ഇതുള്ളതുണ്ട്. അത് തന്നെയല്ല, നമുക്ക് അവിടെ അവരുടെ മുമ്പിൽ ഇതൊക്കെ നമ്മൾ പറയാൻ മാത്രമായോ ഇത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ നമ്മളെക്കാളൊക്കെ എത്രയോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും ഫ്രീഡം ഉള്ളതുപോലെ അവിടെ കിട്ടുന്നില്ല. കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ വൈകുന്നേരം നമുക്ക് പോവാം, കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും, അവിടെ ചെന്നിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരുന്നില്ല. തന്നെയല്ല, ഒരുപാട് ബില്ലുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് വരുന്നത്. ഇപ്പൊ മുൻകൂട്ടി തന്നിട്ട് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഓക്കെയാണ്. ഇത് ഓൾ ഓഫ് എ സഡൻ രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബില്ല് വരുന്നത്, ചിലപ്പോൾ രാത്രി ആയിരിക്കും വരുന്നത്. ആ ബില്ലിനെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ നമ്മൾ എത്ര ബുക്ക് റെഫർ ചെയ്യണം, ആരോടെല്ലാം വിളിച്ച് ചോദിക്കണം, എന്തെല്ലാം പറയണം, മനസ്സിലാക്കണം. അതിന്റെ ഫുൾ കണ്ടന്റ് പറയാൻ സമയം കിട്ടത്തില്ല. നമുക്ക് ആളുകൾ എണ്ണം അനുസരിച്ച് 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് കഷ്ടിച്ച് കിട്ടത്തുള്ളൂ. ആ 4 മിനിറ്റ് പറയണമെങ്കിൽ 400 മിനിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്നാലേ നമുക്ക് പറയും. എന്നിട്ട് ഈ മുഴുവൻ പ്രിപ്പയർ ചെയ്യുന്ന മുഴുവൻ പറയാൻ പറ്റുമോ സമയത്തിനുള്ളിൽ എന്നുള്ള വേറൊരു പ്രശ്നം. ഈ എഴുതി വെക്കുന്ന മുഴുവൻ പറയാനും നമുക്ക് പറ്റത്തില്ല. അപ്പം പലപ്പോഴും നമ്മൾ എഴുതി അങ്ങ് വായിക്കുക. കാര്യം വെച്ചാൽ അത്രയും സമയം കൊണ്ട് പറയാവുന്ന ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രയും പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് വായിച്ചാൽ കിട്ടുന്നത് 3 മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിച്ചാൽ കിട്ടത്തില്ല. വളരെ കുറച്ച് പകുതി പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അങ്ങ് വായിച്ച് അവതരിപ്പിച്ചാൽ നമ്മുടെ ആശയങ്ങൾ അങ്ങ് പോകുമല്ലോ. സർ, ഗൗരിയമ്മയായിട്ട് മത്സരിക്കാൻ പോയപ്പോൾ സർ അത് ആദ്യം ഗൗരിയമ്മയെ പോയി കണ്ടായിരുന്നോ? ഗൗരിയമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഗൗരിയമ്മയായിട്ട് മത്സരിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. ഞാൻ ആദ്യം ഡിസ്ട്രിക്ട് കൗൺസിലിൽ മത്സരിക്കാൻ പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുന്ന ഗൗരിയമ്മയാണ്. എൻ്റെ മോനെ പോലെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞാണ്. ആ ഗൗരിയമ്മയായിട്ട് മത്സരിക്കാൻ ഞാൻ മത്സരിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ടായിരുന്നു. അത്രേ. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് മീഡിയ ചോദിച്ചു, എന്ത് തോന്നുന്നു ഈ വിജയം? ഞാൻ പറഞ്ഞു, പുറമേ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളൊരു നീറ്റൽ അനുഭവപ്പെടുന്ന വിജയമാണ് എനിക്കുള്ളത്. അവളിന്റെ ഉള്ളിൽ എന്നാലും അമ്മയ്ക്ക് ഒരു സന്തോഷവും അനുഗ്രഹവും എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാവട്ടെ. അത് മാത്രമല്ല, ഞങ്ങൾ പ്രേക്ഷകർ എല്ലാവരുടെയും, എല്ലാ വീട്ടമ്മമാരുടെയും പ്രാർത്ഥനയും പിന്തുണയും എല്ലാം, ഞങ്ങളെല്ലാ മലയാളികളുടെ പിന്തുണയും സാറിന് എപ്പോഴും ഉണ്ടാവും. എന്താ പറയാ, ഒരാവശ്യം വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്ന ഒരു ലീഡറാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ, ആ ഒരു വാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഉണ്ടാവട്ടെ. സാറിന്റെ ഒരു പിന്തുണ, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഞങ്ങളുടെ കേരളത്തിന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.